ആ രീതിയിൽ കൂടെ ചെയ്യും. പക്ഷെ ഇവിടെ സംബന്ധിച്ചോളം കൃത്യമായി പണിയെടുക്കണം, പണിയെടുത്താൽ റിസൾട്ട് കിട്ടുകയുള്ളൂ. പണിയെടുക്കാൻ തന്നെ കൂടെ, അതായത് വർക്ക് ചെയ്യിക്കാൻ കൂടെ ഒരാളുണ്ട്. അത് വളരെ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു സ്റ്റാഫിന് വരുമ്പോൾ തന്നെ എനിക്ക് ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ സ്റ്റാഫ് പറയുന്നത് ഞങ്ങൾ കേൾക്കേണ്ടി വരില്ലേ? ഇത് കുറെ 5-6 വർഷമായിട്ട് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതിൽ നിന്നൊരു മനസ്സിന് സന്തോഷമുണ്ട് ഈ കാര്യങ്ങള് ചെയ്യാൻ തുടങ്ങിയപ്പോൾ. അവര് പറയും ലീഡ് കിട്ടും, നല്ല ക്വാളിറ്റി ഇല്ല, ആൾക്കാരൊന്നും വരുന്നില്ല എന്നുള്ള കണ്ടീഷനാണ് പറയുന്നത്. പക്ഷെ ഇപ്പോഴല്ല ആൾക്കാരെ വരുത്തിക്കുന്ന രീതിയെ കുറിച്ചും മനസ്സിലായി. വളരെ സന്തോഷമുണ്ട്. പിന്നെ ഞാനിത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. പക്ഷെ അതിന്റെ വ്യത്യാസം എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ ടാഗ് വാങ്ങുക എന്നുള്ള സംവിധാനം ഇത് ഇത്ര എളുപ്പമാണെന്നും ഞാൻ അന്ന് തന്നെ രാത്രി ഇരുന്ന ഒരു 4 മണിയായപ്പോൾ തന്നെ ഇതെല്ലാം സംഭവം എല്ലാം സെറ്റാക്കി കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. ഹായ്, നമ്മുടെ ഹോളോ ഫ്രെയിം ഇന്റർവ്യൂയിലേക്ക് സന്തോഷ് സാറിനെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. യെസ്, ഓക്കെ, താങ്ക് യു. സർ, നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഓരോ മെമ്പേഴ്സിന്റെയും ചെറുതും വലുതുമായിട്ടുള്ള അച്ചീവ്മെന്റ്സുകൾ നമ്മളിങ്ങനെ ഡിസ്കഷൻ മോഡലിൽ ചെയ്യുമ്പോൾ അത് കേൾക്കുന്ന ഒരാൾക്കെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. പ്രത്യേകിച്ച് സാറ് കഴിഞ്ഞ സമയങ്ങളിൽ എനിക്ക് വോയിസ് ഒക്കെ അയച്ചപ്പോൾ അത് കാണാനൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഒത്തിരി പേർക്ക് കേൾക്കേണ്ട ഒരു ശബ്ദമാണെന്നുള്ളത്. സോ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. സാർ ഒന്ന് ബാക്ക്ഗ്രൗണ്ട് പറയുക, ശരിക്കും സാർ എവിടെ നിന്നാണ് തുടങ്ങിയത്, എന്താണ് നിലവിൽ ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ ശരിക്കും വീട് കണ്ണൂരാണ്. പക്ഷെ ഒരു 8 വർഷമായിട്ട് എറണാകുളമാണ്. ഇപ്പൊ ഒരു വർഷമായിട്ട് ഇപ്പൊ കോയമ്പത്തൂരാണ്. തമിഴ്നാട്ടിലോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബിസിനസ്. ഒരു ജനസേവന കേന്ദ്രം സ്വന്തമായിട്ട് തുടങ്ങി. അതിൽ നിന്നൊരു ബിസിനസ് ഐഡിയ കിട്ടി. അതായത് ജനസേവന കേന്ദ്രങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ബാക്ക് എൻഡ് സപ്പോർട്ട് കൊടുക്കുക എന്ന രീതിയിൽ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അതിൽ നിന്ന് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഒരു ബിസിനസ് ഐഡിയ കുറച്ചുകൂടെ കിട്ടിയ ഒരു ബ്രാൻഡ് കൊണ്ടുവന്നു. സ്വന്തമായിട്ട് ആ ബ്രാൻഡ് തുടങ്ങുകയാണ് ചെയ്തത്. ഈ മിത്രം ജനസേവന കേന്ദ്രമാണ് എന്റെ സ്ഥാപനത്തിന്റെ പേര്. ഈ മിത്രം CSC എന്ന് പറയും. 2700 ഫ്രാഞ്ചൈസി കേരളത്തിലുണ്ട്. അതേപോലെ തമിഴ്നാട്ടിലും ഒരു 61 ഫ്രാഞ്ചൈസി ഇപ്പോൾ ആയിട്ടുണ്ട്. ഓക്കെ സാർ, ഏത് സമയത്താണ് ശരിക്കും ഈ ഒരു ക്യാപ്സൽ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തപ്പെട്ടത്? കമ്മ്യൂണിറ്റിയിലോട്ട് വരാനുള്ളൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറെ വർഷങ്ങളായിട്ട് തന്നെ ഒരു ഏജൻസിയെ വെച്ചിട്ടാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ കൃത്യമായ റിസൾട്ട് കിട്ടുന്നില്ലായിരുന്നു. കാരണം നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റ് ചെയ്ത ബിസിനസിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് കിട്ടുന്നത് വെച്ചിട്ട് അല്ലാതെ എന്റെ സാധാരണ ഞാൻ പേഴ്സണലായിട്ട് അല്ലാതെ ചെയ്യുന്നുണ്ട്. വീഡിയോസ് ഉണ്ടായിരുന്നു, ഇന്റർവ്യൂ എല്ലാം കൊടുത്തിട്ട് അതിൽ കൂടെയാണ് സെയിൽ കൺവേർഷൻ നടത്തുന്നത്. അതിലൂടെ പഠിച്ചൊന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇത് നടക്കുന്നില്ല എന്ന് തോന്നി. പിന്നെ സ്വന്തമായിട്ടൊരു സ്റ്റാഫിനെ വെച്ചു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാഫിനെ വെച്ച് ഒരു 5-6 മാസം ചെയ്തിട്ടും ക്ലിയർ ആകുന്നില്ല എന്ന് തോന്നിയപ്പോ എനിക്ക് ഇത് എന്താണെന്ന് പഠിക്കണമല്ലോ, ഇത് എങ്ങനെ പറഞ്ഞിട്ട് നടക്കാത്ത, ഇത് എന്താണ് ഇതിന്റെ പ്രശ്നം എന്ന് മനസ്സിലാക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ സ്വന്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. ആ പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഏകദേശം കാര്യങ്ങളെല്ലാം ഒന്ന് മാറിയത്. അതായത് ബിസിനസ്സിലോട്ട് നല്ല രീതിയിൽ മാറ്റം വന്നു. സ്റ്റാഫിനെ വെച്ചിട്ട് വിജയിപ്പിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ കാരണം ഞാൻ തന്നെയാണ്. കാരണം എനിക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. സ്റ്റാഫിന്റെ രീതിയിൽ ചെയ്യും. ഞങ്ങൾ അത് റിസൾട്ടിന് വേണ്ടി നോക്കും. ലീഡ് കിട്ടും, ആ ലീഡിന് ടെലികോൾ എടുത്ത് കൊടുക്കും. ഒരു രക്ഷയില്ല, റിസൾട്ട് ഉണ്ടാവില്ല. പിന്നെയാണ് മനസ്സിലായത് ഇത് ചെയ്യേണ്ട രീതി ഉണ്ടെന്ന് മനസ്സിലാക്കി. ഒരു പെയിൻ പോയിന്റ്, ഹുക്ക്, ഇതൊക്കെ മനസ്സിലായതിനു ശേഷം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നല്ല സക്സസ് ആയി. അപ്പൊ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ സാറിന് ഇത്രയും ഫ്രാഞ്ചൈസി കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിലവിൽ സാറിന്റെ ടൈം മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ഈ ടാഗ് മാങ്കോ പോലുള്ള പ്ലാറ്റ്ഫോം അതൊക്കെ എങ്ങനെയാണ് ഉപയോഗിച്ച് തുടങ്ങി, എങ്ങനെയാണ് അതിന്റെ ഒരു സ്റ്റാറ്റസ് കറന്റ്ലി? ടാഗ് മാങ്കോ ഞാനിപ്പോ എനിക്ക് നമ്മുടെ ഏറ്റവും ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയാത്ത ഒരാളാണ് നമ്മുടെ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഒരു വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ലേഡിയോ അല്ലെങ്കിൽ റിട്ടയർഡ് ആയ ആൾക്കാരോ ഒരു ചെറിയൊരു സ്ഥാപനം തുടങ്ങണമെന്ന രീതിയിൽ ഞങ്ങളോട് നമ്മുടെ സപ്പോർട്ട് വാങ്ങുകയാണ് ചെയ്യുക. അതായത് അതിനു വേണ്ടിയുള്ള ലൈസൻസിങ്, ട്രെയിനിങ്, ബാക്ക് എൻഡ് സപ്പോർട്ട്, അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അവിടെ ഒരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കുക എന്നത് നമ്മൾ 1 to 1 ആണ് ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുന്നത്. ഡെസ്ക് വഴി സിസ്റ്റം കണക്ട് ചെയ്തിട്ട് കൊടുത്തോണ്ടിരിക്കുന്നു. ആ കൊടുത്തോണ്ടിരിക്കുമ്പോൾ അതിനെല്ലാം ഇൻഡിവിജ്വൽ ആയിട്ടൊരു ആള് അതേ ബാക്ക് എൻഡിൽ വേണമല്ലോ. കാരണം 8 ആളെ വെച്ചിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്നേരമാണ് എനിക്കൊരു കാര്യം റെക്കോർഡിംഗ് ആയിട്ട് ചെയ്യണമെന്നും അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനും വേണ്ടിയുള്ള ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം പലയിടത്തും നോക്കുമ്പോൾ 5-6 ലക്ഷം കൊടുക്കുകയും ചെയ്യണം. പക്ഷെ ഇതേപോലെ സക്സസ് ആയി കിട്ടില്ല. പക്ഷെ ഇത് എന്താണെന്ന് ഐഡിയ ഈ സംഭവം ടാഗ് മാങ്കോ എന്നുള്ള സിസ്റ്റം തന്നെ ഇതേപോലത്തെ ഈ പ്രോഗ്രാം വന്നപ്പോഴാണ് മനസ്സിലാക്കി. ഇതിന്റെ ബാക്കിൽ ഇതാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് അറിയത്തില്ലോ. കാരണം മീറ്റിംഗിലും വരാണ്ട് ഇതെല്ലാം സ്വന്തമായിട്ട് ആരെങ്കിലും പ്രോഗ്രാം ചെയ്തതായിരിക്കും എന്നാണ് എന്റെ ധാരണ. അതുകൊണ്ട് അതിന്റെ പുറകെ കുറെ നാൾ നടന്നു. അതിനുശേഷമാണ് ടാഗ് മാങ്കോയെ കുറിച്ച് മനസ്സിലായത്.
അപ്പോൾ സാറിന്റെ തന്നെ ആ പ്രോഗ്രാമിന് അന്ന് മറ്റേ ബ്ലാക്ക് ഫ്രൈഡേ ഒക്കെ അന്ന് ഓഫറിന് വേണ്ടി അന്ന് കൈകാര്യം ചെയ്തു, അതെടുത്തു, സ്വന്തമായിട്ട് ചെയ്തു, അത് സക്സസ് ആണ്. ഓക്കെ, വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഫ്രീഡം എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മുടെ ട്രെയിനിങ്സ് ഒക്കെ ഈ ഒരു ലേണിംഗ് മാനേജ്മെന്റിൽ കൊണ്ടുവരുമ്പോൾ അത്രയും കുറച്ച് നമ്മൾ സംസാരിച്ചാൽ മതി. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ സാർ വന്നതിന് ശേഷം ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ മറ്റു പല കമ്മ്യൂണിറ്റിയിലും അല്ലെങ്കിൽ പല സ്ഥലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം, പക്ഷേ കാൽസോളിൽ നിന്ന് എന്താണ് പ്രത്യേകതയായിട്ട് സാറിന് തോന്നിയത്? അതിന്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലേ, ചിലയിടത്തെല്ലാം ഇങ്ങനെ ഒരു ഓവറായിട്ടാണ് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം അതൊരു നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ തള്ളുക എന്നത് മാത്രം ഒരു സിസ്റ്റം ഉണ്ട്, ആ രീതിയിൽ കൂടെ ചെയ്യും. പക്ഷെ ഇവിടെ സംബന്ധിച്ചോളം കൃത്യമായി പണിയെടുക്കണം, പണിയെടുത്താൽ റിസൾട്ട് കിട്ടുള്ളൂ, പണിയെടുക്കാൻ തന്നെ കൂടെ, അതായത് വർക്ക് ചെയ്യിക്കാൻ കൂടെ ഒരാളുണ്ട്. അത് വളരെ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് തോന്നിയിട്ടുണ്ട്, വളരെ നന്നായിട്ട് തന്നെ. അതെനിക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാൻ തന്നെ ഇത് ചെയ്ത് ഇരിക്കാന്നുള്ള കണ്ടീഷൻ വെച്ചത്. കാരണം എനിക്കിനി വളരെ എളുപ്പമാണ്. ഇപ്പൊ ഒരു സ്റ്റാഫിന് വരുമ്പോ തന്നെ എനിക്ക് ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതെ, അല്ലെങ്കിൽ ആ സ്റ്റാഫ് പറയുന്നത് ഞങ്ങൾ കേൾക്കേണ്ടി വരില്ലേ? അതെ, ഇത് കുറെ 5-6 വർഷമായിട്ട് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതിൽ നിന്നൊരു മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ. അതെ, ഈ സാധാരണ ഈ പല ആൾക്കാരും 1-2 ഫ്രാഞ്ചൈസി ഒക്കെ ഉള്ളവരാണെങ്കിൽ പോലും അവരുടെ അടുത്ത് സ്വന്തമായിട്ട് പഠിക്കണമെന്ന് പറയുമ്പോൾ അവരുടെ ഒരു മനസ്സിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനാണ് പഠിക്കുന്നത്, ആൾക്കാരെ കൊടുത്ത് ചെയ്താൽ പോരെ എന്നുള്ളൂ. ഇപ്പോൾ സാർക്ക് ശരിക്കും ഒരു 2000-ലധികം ഫ്രാഞ്ചൈസീസ് ഒക്കെ ചെയ്ത് കുറേ എക്സ്പീരിയൻസിന് ശേഷമാണ് സ്വന്തമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും സ്വന്തമായിട്ട് പഠിക്കാൻ ഒരു മനസ്സ് കാണിക്കാത്ത കുറെ ആൾക്കാരുണ്ടല്ലോ, അവരോട് എന്തായിരിക്കും സാർ ഇപ്പോൾ പറയുക? അത് കുറെ കയ്യിൽ നിന്ന് വെറുതെ ക്യാഷ് കളയുക, അത് കളഞ്ഞ് അത് ഓട്ടോമാറ്റിക് ചിലരുടെ പഠിച്ചോളും. കാരണം ഞാൻ പഠിക്കാൻ തന്നെ ഇതിപ്പോ 6-7 വർഷം കഴിഞ്ഞു പഠിക്കണം എന്ന് തോന്നി. അതിനു മുമ്പ് ഇത്രയും നാൾ ഏജൻസിയെ വെച്ച് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഏത് ബിസിനസ് ചെയ്യുവാണെങ്കിലും തന്നെ, ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയണത്, നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ഒരു ഹോട്ടൽ നടത്തുവാണെങ്കിൽ ചായ അടിക്കാനും പഠിക്കണം അതിന്റെ ഓണർ. അതേപോലെയാണ് ഈ കാര്യം. ഈ സംഭവം നമ്മളെല്ലാവരും ചെയ്യിക്കുന്ന ഒരു കാര്യമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ കുറിച്ച് അറിയാതെ പറയുമ്പോൾ അവര് പറയുന്ന അവരുടെ ചിന്തയാണ് നമുക്ക് വരിക. പക്ഷെ എന്നാ വെച്ചാൽ ഇനി എന്റെ ഒരു സ്റ്റാഫ് വരികയാണെങ്കിൽ ഞാൻ അവരെ കൊണ്ട് 100% പണിയെടുപ്പിക്കും. ഇതിങ്ങനെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. നേരത്തെ എന്താണ് അവര് പറയും, ലീഡ് കിട്ടും, നല്ല ക്വാളിറ്റി ഇല്ല, ആൾക്കാരൊന്നും വരുന്നില്ല എന്നുള്ള കണ്ടീഷനാണ് പറയുന്നത്. പക്ഷെ ഇപ്പോഴല്ല, ആൾക്കാരെ വരുത്തിക്കുന്ന രീതിയെ കുറിച്ചും മനസ്സിലായി. വളരെ സന്തോഷമുണ്ട്. പിന്നെ ഞാനിത് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം തിരക്കിടക്ക് ഞാനിത് വന്നിട്ട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ കോഴ്സെല്ലാം പൂർത്തീകരിക്കാതെ എല്ലാം വരുന്നുണ്ട്. ചില തിരക്ക് കാര്യങ്ങൾ തമിഴ്നാടും ഇങ്ങനെ 3 സ്ഥലത്തായിട്ട് കറങ്ങി നടക്കുന്നതാണ്. കുറച്ച് ബുദ്ധിമുട്ട്. പക്ഷെ പരമാവധി ഞാൻ രാത്രി ഇരുന്ന് 2:30-3 മണി വരെ എല്ലാം ഇരുന്നിട്ട് ഞാൻ ക്ലാസ് കണ്ടുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എൻജോയ് വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഒരു പ്രത്യേക രീതിയിലും പഴയ രീതി ക്ലബിലും കാര്യങ്ങളെല്ലാം കറങ്ങുന്ന സമയത്തോ അല്ല സമയത്തെല്ലാം ഞാൻ നേരെ ഇതിലോട്ട് പങ്കെടുക്കുകയാണ്. വളരെ ഇതിലൊരു അഡിക്റ്റ് ആയ രീതിയിലാണുള്ളത്. വളരെ സന്തോഷമുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. അതെ, കാരണം നമ്മൾ പഠിക്കുന്നതോറും നമുക്ക് വളർന്നുകൊണ്ടിരിക്കും. മാത്രമല്ല ഇനിയുള്ള ജേണിയിൽ നമ്മൾ ഒത്തിരി കിടന്ന് വർക്ക് ചെയ്യാന്നുള്ളതല്ല, സംവിധാനങ്ങൾ ബിൽഡ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ പലരും നമ്മൾ സിസ്റ്റം ബിൽഡ് ചെയ്യാനും പഠിക്കാനും സമയം കൊടുക്കാതിരിക്കുമ്പോൾ നമ്മൾ അത്രയും പണിയെടുക്കണം. ഈ പറഞ്ഞ പോലെ ഒത്തിരി നഷ്ടങ്ങൾ വന്നിട്ടായിരിക്കും പിന്നീട് നമ്മൾ തിരിഞ്ഞ് ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങളുടെ ബിസിനസ്സിൽ കൃത്യമായിട്ടൊരു സംവിധാനങ്ങൾ ബിൽഡ് ചെയ്യാനായിട്ടും പഠിക്കാനായിട്ട് സമയം സ്പെൻഡ് ചെയ്യാം. സോ നമ്മുടെ ഈ ഒരു മീറ്റിംഗ്സ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് സാറിന് മറ്റെന്തെങ്കിലും നമ്മുടെ കാൽസോൾ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനോട് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടെ നമുക്കൊന്ന് ഷെയർ ചെയ്യാം. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. പക്ഷെ അതിന്റെ വ്യത്യാസം എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാകുന്നുണ്ട്. പഠിച്ച് ചെയ്യുക എന്നത് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി ചെയ്യുമ്പോൾ അതിൻ്റെതായ വ്യത്യാസമുണ്ട്. കാരണം നമ്മുടെ സ്റ്റാഫ് ചിന്തിക്കുന്നതും നമ്മൾ ചിന്തിക്കുന്ന ചിന്താഗതി 2 വ്യത്യാസമാണ്. നമുക്ക് ഇതേപോലുള്ള ഒരു കമ്മ്യൂണിറ്റിയിലോട്ട് വരുമ്പോൾ പല കാര്യങ്ങളും ഇപ്പം ടാഗ് വാങ്ങുക എന്നുള്ള സംവിധാനം ഇത് ഇത്ര എളുപ്പമാണെന്നും ഞാൻ അന്ന് തന്നെ രാത്രി ഇരുന്ന ഒരു 4 മണിയായപ്പോൾ തന്നെ ഇതെല്ലാം സംഭവം എല്ലാം സെറ്റാക്കി കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു. ഇനി എന്റെ ഒരു ഇത്രയും കസ്റ്റമർ, ഞങ്ങളെ സംബന്ധിച്ചുള്ള കസ്റ്റമർ കെയർ വളരെ ഇതാണ്. 2700 സെന്റർ ഉണ്ട് കേരളത്തില്. 2700 സെന്ററിൽ നിന്ന് കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 8 പേരോളം വെച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബാക്ക് ഹാൻഡ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ കണ്ടീഷനിൽ എനിക്ക് ഇതിപ്പോ ഞാൻ റണ്ണ് ചെയ്തിട്ടില്ല, പക്ഷെ ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തൊരു എളുപ്പമാണ്, നേരെ ഈ സംഭവം ഒന്ന് ലിങ്ക് ഇട്ട് കൊടുത്താൽ തന്നെ മതിയല്ലോ. വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ. ഇതൊരു വളരെ ഐഡിയ ആയിരുന്നു. മൊത്തത്തിൽ എനിക്ക് വളരെ സന്തോഷം പങ്കെടുക്കാൻ പറ്റും, ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു കാൽസോളിന്റെ ലേണിംഗ് ആപ്പ് ഒക്കെ കാണുമ്പോഴും ഇത് ടാഗ് മാങ്കോ ആണെന്ന് പുറത്ത് നിൽക്കുന്നവർക്ക് അറിയില്ല, പുറമേയുള്ളവർക്ക് അറിയില്ല. കാരണം ടാഗ് വൈറ്റ് ലേബലാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ലേബിളാണ്. വൈറ്റ് ലേബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പേരിലേക്ക് അവർ മാറ്റി തരികയാണ്. അപ്പം ടാഗ് മാങ്കോ എന്നുള്ള ഒരു എഴുത്ത് ഒരിടം ഉണ്ടാകത്തില്ല, URL ഉണ്ടാകത്തില്ല.
അപ്പം പക്ഷേ ഇതേ സാധനം നമ്മൾ ബിൽഡ് ചെയ്യാനൊക്കെ പോകുമ്പോൾ നല്ല സമയം എടുക്കും. പിന്നെ അതിൻ്റെ ഒരു കൊളാബറേഷൻ ഒരു രീതിയുണ്ട്. നമ്മൾ 10 days വീഡിയോ ചലഞ്ച് നമ്മൾ ചെയ്യുമ്പോൾ ആ വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഇപ്പുറത്ത് പോസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ ഉണ്ട്. പിന്നെ ഏത് സമയത്തും സാറിന് ഇപ്പോൾ ഈ ഒരു 2000 ആൾക്കാരുടെ അടുത്ത് സംസാരിക്കണമെങ്കിൽ ജസ്റ്റ് മൊബൈൽ ആപ്പ് ഓൺ ചെയ്യുക, നേരെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത്രയും പേരിലേക്ക് എത്തും എന്നുള്ളതാണ്. അതേപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പേഴ്സണലായിട്ട് എനിക്കൊരു യൂട്യൂബോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അത് ചെയ്യാൻ വേണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അത് തന്നെ ഇപ്പം ഞാൻ മറ്റുള്ളവരെ ഇന്റർവ്യൂ ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട്. പല ജോഷ് ടോക്ക് ആയിക്കോട്ടെ, സ്പാർക്ക് സ്റ്റോറീസ്, അതിലെല്ലാം ധാരാളമായി ഇന്റർവ്യൂ എടുക്കാറുണ്ട്. അതല്ലാതെ സ്വന്തമായിട്ടൊരു സംവിധാനം ഞാൻ ചെയ്തിട്ടില്ല. അത് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു. അത് വളരെ സന്തോഷമുണ്ട്. കാരണം എനിക്കറിയാവുന്ന ചെറിയ അറിവുകൾ മറ്റുള്ളവർ കൊടുക്കണം എന്നുള്ളൊരു തോന്നല് വന്നു. വളരെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാനുള്ള നല്ലൊരു ഐഡിയ കിട്ടി. ഒരു മറ്റൊരു രീതിയിൽ നിന്നുള്ളത് ഒരു മൊത്തം ഒരു മാറ്റത്തിന്റെ ഒരു സമയമാണ്. പിന്നെ സ്വന്തമായിട്ട് വെബ്സൈറ്റ്, കാരണം അതാണ് ഇപ്പൊ ഞാൻ തന്നെ സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു നമ്മളൊരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ അന്ന് സാർ പറഞ്ഞു ഡിജിറ്റൽ അസറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് രക്ഷയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഡിജിറ്റൽ അസറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു ലേണിംഗ് സർവീസ് ട്രെയിനിങ് അക്കാദമി എന്നൊരു അക്കാദമി ആക്കി. അന്നത്തെ ദിവസം ഞാൻ ഒരു ഡെവലപ്പറെ വെച്ച് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പം അദ്ദേഹം 1 മാസം പറഞ്ഞു ഡേറ്റ് വേണം. ഞാനത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഒരു ദിവസം കൊണ്ട് രാത്രി ഇരുന്നിട്ട് വളരെ എളുപ്പത്തിൽ ക്യാൻവ എന്ന സോഫ്റ്റ്വെയറിൽ കൂടെ വളരെ എളുപ്പത്തിൽ ഇതിൽ കൂടെ ഇങ്ങനെ ചെയ്യാമെന്ന് പെട്ടെന്ന് തന്നെ പഠിച്ച് എടുക്കുകയും ചെയ്തു. ആ ഒരു ദിവസം കൊണ്ട് എനിക്ക് വെബ്സൈറ്റ് ആയി സ്വന്തമായിട്ട്. വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണല്ലോ ഈ 1 മാസം കാത്തിരിക്കേണ്ട വന്നതെന്നൊരു തോന്നുന്നുണ്ട്. എനിക്ക് അതിശയം തോന്നുകയാണ് പല കാര്യങ്ങളിലും സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ. അതെ, വളരെ സന്തോഷം. സാർ എത്ര നാളായിട്ടുണ്ട് ശരിക്കും ക്യാൻസൽ വന്നിട്ട്? എത്ര മാസമായിട്ടുണ്ടാവും? ഇപ്പൊ 4 മാസം 5 മാസത്തോളമായി. പക്ഷെ എന്താ സംബന്ധിച്ചാൽ ഇത് ഫുൾ ടൈം വരാൻ പറ്റുക ഇപ്പോഴാണ്. ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ അടുത്തൊരു 2-3 ആഴ്ച, ഒരു 2-3 അല്ല, ഒരു 5-6 ആഴ്ചയായിട്ട് മാത്രമാണ് ഈ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നത്. ആദ്യം തുടക്കത്തില് നമുക്കൊരു തോന്നുന്നുണ്ട് ഇതിന്റെ ആവശ്യമുണ്ടോ എന്നൊരു തോന്നല്. ഈ 7-8 വർഷം ഇങ്ങനെ നിന്ന ഒരാളല്ലേ ഇതിന്റെ ആവശ്യം എനിക്കില്ലല്ലോ എന്നുള്ളൊരു തോന്നല് ഉണ്ട്. പിന്നെ ഇതിലൂടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു 1-2 ക്ലാസ്സുകൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതുകൊണ്ട് നമുക്കൊരു ഗുണമുണ്ടെന്ന് മനസ്സിലായത്. അത് കഴിഞ്ഞ ദിവസം കറക്റ്റ് ആയിട്ട് ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പൊ വീഡിയോ ചലഞ്ച് തന്നെ ഇപ്പം 4 കഴിഞ്ഞു. വളരെ സന്തോഷമുണ്ട്. വളരെ എളുപ്പം തന്നെ ചെയ്യാമെന്നൊരു തോന്നുന്നുണ്ട്. അതെ, വളരെ സന്തോഷം സാർ. ഈ ഒരു ജേണി ഇങ്ങനെ അങ്ങ് പോട്ടെ. നമുക്ക് ഒത്തിരി മുന്നോട്ട് പോകാൻ കഴിയണം. കൃത്യമായിട്ട് സംവിധാനങ്ങൾ ബിൽഡ് ചെയ്യാം. ഫൈനലി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആദ്യം ഫ്രീഡം ഫിനിഷർ, പിന്നെ ഹോൾ ഓഫ് ഫെയിം, അതിനുശേഷം ഒരു 1 year അച്ചീവ് ചെയ്യുന്ന ഒരു അവാർഡിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി വീണ്ടും നമുക്ക് ഇതുപോലുള്ള അച്ചീവ്മെന്റ്സിൽ ഒരുമിച്ച് കൂടാം. വളരെ സന്തോഷം സാർ. താങ്ക് യു. വളരെ സന്തോഷമുണ്ട് വിളിച്ചതിൽ. ഓക്കെ, താങ്ക് യു സോ മച്ച്.